അല്ല അവിടെ ആരാ ഇടന്നല്ലേ വിളക്കുന്നതാര് ബഹളം ഒരു പെണ്ണും പിള്ള അതാ എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമോ? എന്തിന്? എനിക്ക് 2 കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ കടയിലൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് നിങ്ങളെ അന്വേഷിച്ച് ഇതിനകത്തൊന്നുമില്ല, കഥ തല്ലി പൊളിച്ച് ഡോറിൽ തട്ടി ഡോറ് തുറന്നിട്ട് നമ്മുടെ കക്കൂസൊക്കെ പോയി വീഡിയോ എടുത്തോണ്ട് പോയി. കക്കൂസിന് തീട്ട ഉണ്ടായിരുന്നു. അതെല്ലാം പോട്ട്. നിങ്ങൾക്ക് എൻ്റെ അമ്മയെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ അമ്മയല്ല, എൻ്റെ ഉമ്മ. അത് ചരിത്ര പുരുഷകാരിയാണ്. ഷെഫീനയുടെ ഉമ്മയാണ്. ഷെഫീനയുടെ മമ്മി. ബാക്കി ഇരിക്കുന്ന ചെറുക്കനെ ആരാണോ എന്തോ ആരുമാണ് അത്. 2 പേര് ഇരിപ്പുണ്ട്. പിന്നെ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊരു ഒരാൾ പറയുന്നുണ്ട്. എന്തെങ്കിലും സത്യമുണ്ട്? അല്ല, എന്താണ് കേസ്? നിങ്ങൾക്കെതിരെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞു. ഞങ്ങളുടെ പെൻഷൻ കാശ് നിങ്ങൾ ബാക്കിയുള്ള മക്കൾക്ക് കൊടുക്കുന്നുള്ളൂ, എനിക്ക് തരുന്നില്ല എന്നൊരു കേസ്. എന്റെ പെൻഷനൊക്കെ 90 തൊട്ട് തടഞ്ഞു വെച്ചിരിക്കുക. ആ കേസ് ഞാൻ പിൻവലിച്ചു. ആ കേസ് ഞാൻ പിൻവലിച്ചു. എന്നാൽ മറ്റൊരു കേസുണ്ട്. എല്ലാ മാസവും എൻ്റെ പേർക്ക് വാങ്ങിക്കുന്ന റേഷൻ എനിക്ക് തരാതെ നിങ്ങൾ എടുക്കുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഞാനൊരു കേസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ സുഹൃത്തുക്കളെ, എൻ്റെ ഉമ്മാണ്. ഞാൻ ഉമ്മച്ചിയെ കാണാൻ വന്നതാണ്. ഞാൻ വെഗുഴി വന്ന് പോയപ്പോൾ വന്നത്. സാധാരണ 10-ാം തീയതിയാണ് വരുന്നത്. കാരണം പെൻഷൻ വാങ്ങിച്ചിട്ടിരിക്കുമ്പോഴാണ് പൈസ വാങ്ങിക്കാൻ വരാൻ പറ്റും. ഇപ്പൊ വന്നാ 10 പൈസയില്ല ഉണ്ടാവുള്ളത്. എനിക്ക് തരണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അവിടെ ഇരുന്നോണ്ട് ചോദിച്ചാൽ മതി പൈസ ഉണ്ടാ, അല്ലെങ്കിൽ ഉമ്മയെ കാണാൻ പോണില്ലെന്ന്. 28-ാം തീയതി ഒക്കെ നമ്മൾ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മൾ കൊടുക്കേണ്ടി വരും. ഉമ്മ, നിങ്ങൾ എന്നെ പ്രസവിച്ചതാണ്, അതേ തവിട് കൊടുത്തു വാങ്ങിച്ചോ? ഇല്ല, ഈ ഉമ്മ പണ്ട് തന്നെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ തമാശയായിട്ടൊന്നും എടുക്കണ്ട. എന്നെ സ്ഥിരം പറയുന്നതാണ് എൻ്റെ അടുത്ത്. ഈ ഉമ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. പണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇവരെ കാത്തു നിൽക്കും. നമ്മൾ ഈ ഗേറ്റിൽ കാത്തു നിൽക്കും ഉമ്മ വരുന്നെന്ന് നോക്കിയിട്ട്. ഉമ്മ 5 വടയാണെങ്കിൽ വട, ഉണ്ടാണെങ്കിൽ ഉണ്ടൊക്കെ 5 എണ്ണം വാങ്ങിക്കൊണ്ടുവരും. ചിലപ്പോൾ 6 കാണും. ഇത് കൊണ്ടുവരുന്ന ഇത് ചെമന്ന് വീട്ടിൽ കൊണ്ടുവരാൻ നമ്മളൊക്കെ വേണം. പക്ഷെ കൊണ്ടുവന്ന് അവർ മൂത്ത മോള കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഇളയ മോൾക്ക് 2 പീസ് കൂടുതൽ കൊടുക്കും. മൂത്തവള് നമുക്കൊക്കെ തരും. ചിലപ്പോൾ നമുക്ക് അരയും കുറയും തന്നാലും പരാതി പറയാക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ മൂത്തവളോടാണ് ഉമ്മാക്ക് സ്നേഹമെന്ന് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇളയവക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്, അവളോടാണ് സ്നേഹമെന്ന് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്നോടും എൻ്റെ ഉമ്മാക്ക് തീരെ സ്നേഹമില്ല. അത് ഞാൻ എപ്പോഴും പറയുന്നത് അവരെ അടുത്തിരുത്തിക്കൊണ്ടാണ് പറയുന്നത്. വേണ്ട വേണ്ട, എനിക്ക് ഞാനത് ഒരുപാട് പ്രാവശ്യം മനസ്സിലാക്കി. ആ വേദന നിങ്ങൾ ക്യാമറയിലാണുള്ളത്, എന്ത് പറഞ്ഞാലും നാട്ടുകാർ കേൾക്കും. നാട്ടുകാർ കേൾക്കണമല്ല. കൊല്ലത്ത് ആപ്പിളില്ലായിരുന്നിട്ട് ഞാൻ വണ്ടി കയറി പുനലൂരിറങ്ങി. പുനലൂരിൽ നിന്ന് ആപ്പിള് മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്ത മോള. ആരെ കയ്യിൽ കൊടുത്തു? വളർത്തിയ മോള. മൂത്ത മോളെ കയ്യിൽ കൊടുത്ത്. എന്നിട്ട് അതിന്റെ 1 പീസ് എനിക്ക് തന്ന്. 3 പീസ് മൂത്തോള്, 4 പീസ് ഇളയവള്, അകത്തുള്ളൊരു 1/2 പീസ് എനിക്ക്. ഇവിടെയും കണ്ട വന്ന് ബഹളമൊക്കെ വെച്ചെന്നൊക്കെ പറയണമോ? അറിയത്തില്ല. നമ്മളാരും ഇല്ലായിരുന്ന സമയത്തെ രാവിലെ 8 മണിക്കും കണ്ട വന്ന് ഇങ്ങനെ ലൈനിൽ വന്നായിരുന്നു. ഇയാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അല്ലേ? ഈ കടക്കാരന്റെ വീഡിയോ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം. അയാളെടുത്താ പോയി എന്തിന് വെറുതെ. ഇവിടെ എങ്ങാണ്ട വന്നിട്ട് എന്തോ തല്ലുവന്നോ കൊട്ടുവന്നോ വെട്ടുവന്നോ ഒക്കെ വന്നിട്ട് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞോണ്ട് നടക്കട്ടെ. ഇന്നെന്താ കൊച്ചിനെ കൊല്ലുവന്നോ കൊച്ചിനെ വെട്ടുവന്നോ ഇതൊക്കെ കൊറേ ഇതുകള് മെനക്കെടണ്ട. ഇത് മറ്റേ വണ്ടി ആയിരുന്നു.